ദൈവത്തെ അവകാശം നമ്മുടെ വീട്ടിൽ കാണും. അതാ ആവർത്തനം വളരെ വ്യക്തമായി ഇരിക്കുന്നു. എന്റെ പാളയം വിശുദ്ധമായിരിക്കണം, ഏതൊരു അശുദ്ധിയും കാണരുത്. പക്ഷെ പലർക്കും ഈ ഒരു കാര്യത്തിന് പരാജയപ്പെട്ട് പലരും അതിനെ കൂടെ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇക്കാരണം കൊണ്ട് നമ്മൾ അറിയുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാലും ആ പോരാട്ടം മാറുന്നില്ല. കാരണം അതിന്റെ അവകാശമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. വചനപ്രകാരം ഓരോ ദിവസം വചനം കേൾക്കൊണ്ടുപോകും. അങ്ങനെ ഈ സാധനം എന്ത് കിട്ടിയിരിക്കേണ്ട കാര്യത്തിലോ പോയെടുത്ത് കളയണം. ഇവിടെ 50,000 എന്താ എത്ര 50,000 വെള്ളിക്ക് 50,000 വെള്ളി ആ കാലഘട്ടത്തിൽ ഷെക്കേൽ വെള്ളിക്ക് അത്ര വാല്യുവേഴ്സ് ഉള്ള സാധനങ്ങൾ മാനസന്റെ വിടവ് ഇത് എന്റെ വീട്ടിൽ പാടില്ലെന്ന് പറഞ്ഞ് കൊണ്ടത് കളഞ്ഞാമേ, എരിച്ചടഞ്ഞല്ലേ, എരിച്ചടഞ്ഞാമേ. സാത്താൻ അവകാശം എന്തെങ്കിലും വീട്ടിൽ തുടങ്ങി അതെല്ലാം കരിച്ചു കളഞ്ഞാമേ. ഒരു സാധനം പോടില്ല. ഇതിൽ എത്രയോ ദൈവമക്കൾ ബന്ധിക്കപ്പെട്ട് പിശാചും ബാധിച്ച് അപ്പനും അമ്മയ്ക്ക് സമാധാനമാണ് അടിയും കലക്കലുമായിട്ട് എത്രയോ കുടുംബം ഈ ഗോളത്തിലൊണ്ടാമേ. ഇതാര് പറയും? അതിനാണ് ഞാൻ ഈ വാക്യം പറയുന്നത്. അവർ കൃത്യമായ അതാണ് മനസ്സാകുന്നത്. ഇനി ഞങ്ങൾക്ക് ഇവന്റെ ഒന്നില്ല. വസ്ത്രം ധാരണ വസ്ത്രം ഉണങ്ങിയപ്പോൾ നമ്മുടെ വേണം അവന് അവകാശം പറയുന്ന. എനിക്കറിയാം ഞാൻ നിങ്ങളത് ഈ പ്രതിയാണ് കടുചുവപ്പായ വസ്ത്രം, കടുചുവപ്പായ വസ്ത്രം കഴിയുന്നത് നമ്മളത് ധരിക്കാറ്. അതിന്റെ പുറത്ത് ഇത്തിരി കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഇതിൽ പോകുന്നുണ്ട്. നമുക്ക് മാന്യമായ ലൈഫുള്ള വസ്ത്രം, ചില വസ്ത്രത്തിന് എന്തൊരു വിശാല അവകാശം. ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോയപ്പോ കുഞ്ഞിന് ലൂസ് മോഷനോ അത് കയ്യിൽ ഒരു വയസ്സായി. എത്ര പ്രാർത്ഥിച്ചു പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി പ്രാർത്ഥിക്കുമ്പോ ഈ കുഞ്ഞിനെ ഉടുപ്പിച്ചിരിക്കുന്നത് ഈ സ്വാമിമാര് ഈ ഡിസംബർ വരുന്ന ഉടുപ്പിച്ച കാവി മുണ്ടുണ്ടല്ലേ, കാവി ശബരിമല സീസൺ ഉപയോഗിക്കുന്ന അത് അവരുടെ വീട്ടിലെ സഹോദരൻ നേരത്തെ അങ്ങനെ ആ കൂടുതൽ ഉണ്ടായിരുന്നു. അയാൾ മാനസപരപ്പെട്ടെ. പക്ഷേ ഈ സാധാരണമാരെ ഭാര്യ ഇതെല്ലാം കൂടെ കീറി എടുത്തിട്ട് അടത്തിലേക്ക് ഉപയോഗിച്ച് തിരിച്ച് കണക്കാക്കി സത്യം കർത്താവുള്ള വസ്ത്രം പോരാട്ടമുണ്ടോ. ഞാനതെടുത്ത് മാറ്റിയെടുത്ത് അതിന്റെ പ്രശ്നം തീർന്നു. എത്രയോ നാൾ അനുഭവിച്ച് പ്രയാസം മാറി. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു നഗ്ന പണം പറ്റി നിങ്ങൾ പിശാച തന്ത്രങ്ങൾ അറിയാത്തല്ലോ കേട്ടോ. ഇതുകൊണ്ടാണ് പറയുന്നത് ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ പോരാട്ടം നമ്മളെ വിട്ടു പോകത്തില്ല. കാരണം പിശാചി എങ്ങനെയെങ്കിലും നമ്മുടെ മേൽ കയറുക നോക്കിയ ഒരു വസ്ത്രത്തിലൂടെ, പുസ്തകത്തിലൂടെ, മൊബൈലിലൂടെ, മറ്റു സാധനങ്ങളുടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് എനിക്ക് പറ്റിയതാണ്. ഞാൻ ദൈവത്തിലാണ് ഏറ്റവും ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഇടത്തില് കാണിച്ച് നമ്മളെന്താ വശീകരിച്ചോണം. ഇപ്പോഴങ്ങനെയാണല്ലോ വശീകരണത്തിൽ നമ്മൾ വീട് പോകും അല്ലെ. കയറിപ്പോ നന്നായിരിക്കും, ഇതുകൊണ്ടാണ് ചിന്തിക്കണം. ഞാൻ ദൈവത്തിലാണ്, എനിക്കിത് പറ്റിയാണ്. നിങ്ങൾ എടുക്കും പ്രശ്നം. പക്ഷെ അതിന് പിൻപിൽ വരുന്ന ഭവിഷ്യത്ത് അങ്ങനെയാണ്. എനിക്കറിയാം ഇവിടെ അവര് ഏത് പള്ളിയിൽ പോയി നേരത്തെ മാലാവിശുദ്ധ സാരികളൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ട് ജയിക്കൊരു സാരി കൊടുത്തു. ജയുടെ വീട്ടിൽ കൊണ്ട് വെച്ചപ്പോൾ ഞാൻ പോരാട്ടം അസ്വസ്ഥ ഉണ്ടാകും. അവിടെ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്ന് ഞാൻ അവിടെ കൊണ്ടുവന്നു ചോദിച്ചു. അമ്മ ഒരു സാരി എന്ന് പറഞ്ഞു. അപ്പൊ ഈ സാരി മിക്കവരാണ് അവിടെ കൊണ്ടുവരികയായിരുന്നു. അമ്മ ഇവിടെ തിരിച്ചു കൊണ്ടുപോയി. അത് ചോദിച്ചു ഈ സാരി ഇവിടെ കഴിക്കും. നമുക്ക് അന്ന് പറഞ്ഞു ധരിക്കുക. 5-6 സാരി എടുത്തു. എല്ലാം പട്ട് എല്ലാം ഭയങ്കര കസവുള്ള സാരികളാണ്. പ്രശ്നം തീർന്നു. വിഗ്രഹങ്ങളെ പൊതിയുന്ന വസ്ത്രങ്ങൾ നമ്മളെ അറിയത്തില്ല. ഒരു ദിവസം ഒരു കടയില് ധാരികളും കുടിക്കാൻ വേണ്ടി ചെന്നു.